എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഹോം ടൂർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരുപാട് പേര് നല്ല കമന്റ്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഈ ഒരു വീട് പരിസരമൊക്കെ റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഡേ കടന്നു പോകുന്നത്, ഒരു സാധാരണ ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ലാസ്റ്റ് സൺഡേ ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ, അപ്പോൾ ഞാൻ ഇക്കയും വീട്ടിലുണ്ട്, നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അന്ന് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളൊരു 5:30 ആയപ്പോഴേക്കും അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ സാധാരണ വീട്ടുജോലികളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിനേക്കാൾ കുറച്ച് അധികം സമയം വേണമല്ലോ വീഡിയോ കൂടെ എടുക്കുമ്പോൾ. അപ്പോൾ ഒരു 5:30 ആയപ്പോഴേക്കും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. എണീക്കുന്ന സമയത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു, മഴയൊക്കെ വരാനുള്ളൊരു പുറപ്പാടിലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നേരം ആ ബെഡിൽ തന്നെ അങ്ങനെ കിടന്നു, ഇതൊക്കെ അങ്ങനെ കണ്ടു. അങ്ങനെ പിന്നെ ബെഡിൽ നിന്ന് എണീറ്റ് വരുന്നത് ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ എണീറ്റ് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ അപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. 7 മണി ആയപ്പോഴേക്കും അപ്പവും ചിക്കൻ കറിയൊക്കെ റെഡി ആയിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഏകദേശം ഒരു 8-8:30 ആയിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ കഴിക്കാറൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ നേരെ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നും കാറ്റടിക്കുന്നതുകൊണ്ട് ദിവസം അടിച്ചു വാരേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ഒരുപാട് ഇലകളൊക്കെ മുറ്റത്ത് വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വീണ്ടും അകത്തേക്ക് പോവാണ്. ഇവരെ നിങ്ങൾക്ക് പരിചയമല്ലേ, നമ്മൾ ഹോം ടൂർ ചെയ്ത സമയത്ത് കാണിച്ചിരുന്നു. ഇവരൊക്കെ നമ്മളെ വീട്ടിലെ സ്ഥിരം വിരുന്നുകാരാണ്. എപ്പോഴും നമ്മളെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും. ഇവർ മാത്രമല്ല കേട്ടോ, ഒരുപാട് തരം പക്ഷികളും അതുപോലെ തന്നെ അണ്ണാന്, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ജീവികളൊക്കെ നമ്മളെ വീടിൻ്റെ ചുറ്റും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പാത്രങ്ങളൊക്കെ ക്ലീനിങ്ങിനായിട്ട് നിന്നൊക്കെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 11:30 ആയിരുന്നു. ഞാൻ നേരെ ലഞ്ചിനുള്ള പരിപാടി നോക്കി. ഇക്ക പുറത്ത് ക്ലീനിങ്ങിലായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഒരു ഒഴിവ് കിട്ടിയതല്ലേ, മറ്റത് വീട്ടിലങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. 2 പേരും വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് ചിക്കനായിരുന്നു. നമ്മൾ തന്തൂരിൻ്റെ റെസിപ്പി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഒരു തട്ടിക്കൂട്ട് തന്തൂരി ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനുണ്ടായിരുന്നത്. ഇതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ക്ലീനിങ്ങിനായിട്ട് നിന്നു. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ കിച്ചൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, എങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തതാ ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് എത്തി. അതിനുശേഷം നമ്മൾ വീടൊക്കെ ആകൊക്കെ അടിച്ചു വാരി തുടച്ച് പിന്നെ അലക്കാനുള്ളതൊക്കെ നേരെ അലക്കാൻ വേണ്ടിയിട്ട് വെച്ച്. അങ്ങനെ അലക്കാനുള്ളതൊക്കെ നമ്മൾ അകത്ത് തന്നെയാണ് മെഷീൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലിട്ടിട്ടാണ് അലക്കിയത്. എന്നും അലക്കലൊന്നുമില്ല കേട്ടോ, 2 ദിവസം കൂടുമ്പോഴേ ഞങ്ങൾക്ക് അലക്കാൻ മാത്രമല്ല ഡ്രസ്സൊക്കെ ആവുള്ളൂ, 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതവിടെ കിടന്ന് അലക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഫ്രഷായി 2 പേരും. അതൊക്കെ കഴിഞ്ഞ് 1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ 2 പേരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് തന്തൂരിയാണ്, ചെറിയ പീസ് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ നെയ്ച്ചോറ്, ഈ ഒരു ചിക്കൻ ഉണ്ട്, പപ്പടം, പിന്നെ ചിക്കൻ കറി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനുള്ളത്. 2 പേരും വീട്ടിലുണ്ടാകുമ്പോഴേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കലുള്ളൂ. മറ്റത് ഒറ്റയ്ക്കാവുമ്പോഴൊന്നും ഒരു രസം കിട്ടൂല. അപ്പോൾ 2 ആൾക്കും ഒഴിവില്ല ദിവസം ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കും, എന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ 2 പേരും ഭക്ഷണം അയച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 1:30 വരെയൊക്കെ സംസാരിച്ചിരുന്നു. ആ സമയത്ത് നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി കൂർക്കൽ നടന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഒന്ന് ഇതിൽ പകർത്താന്നില്ല, പലർക്കും ഈ കൂർക്കൽ കൃഷി എങ്ങനെയെന്നുള്ളതൊന്നും അറിയില്ലല്ലോ, അപ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കൂർക്കലിൻ്റെ ആ ഒരു കായാണ് നടുക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് മുളപ്പിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ തണ്ട് മുറിച്ചിട്ടാണ് നടുന്നത്. ആദ്യം അത്യാവശ്യം കനത്തിൽ തടം കീറിയിട്ടുണ്ടായിരുന്നു അവർ. നമ്മളടുത്തുള്ള ചേച്ചി തന്നെ കേട്ടോ അത് നടുന്നത്, നമ്മളെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് അവരത് നടുന്നത്. എന്നിട്ട് ഇങ്ങനെ കനത്തിൽ തടം കീറിയിട്ട് അതിലിങ്ങനെ ഈ ഒരു തണ്ട് ഗ്യാപ്പ് ഇട്ടിട്ട് നടാണ് അവർ ചെയ്യുന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ അടുത്തടുത്താണോ നടേണ്ടത്, അതൊരു കറക്റ്റ് ഒരു അകലം പാലിക്കണം എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് അകലം വെച്ച് ചെയ്താൽ ഇല ഒന്നായിട്ട് പുറത്തേക്ക് പടർന്നുണ്ടാകും, അപ്പോൾ വളമൊക്കെ ആ ഇലയിൽ പോയിട്ട് കായ ചെറുതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തടുത്ത് ചെയ്താൽ ഇലക്ക് വല്ലാതെ ഇല ഇങ്ങനെ പടർന്നുണ്ടാവാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കായ അത്യാവശ്യം വലുതാവും പറഞ്ഞു. അവരിങ്ങനെ ഇത് കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെയൊക്കെ ട്രിക്ക് അറിയാം.
അപ്പോൾ ഇതായിരുന്നു അവർ നട്ടുകൊണ്ടിരുന്നത്. ഇനി കുറച്ച് മുൻപ് അവർ നട്ട് പിടിപ്പിച്ചതാണ് ഇതൊക്കെ കേട്ടോ. ഇതിങ്ങനെ തടത്തിൽ കുറേ ഭാഗത്തൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ ഒലിച്ചു പോയി അതിൻ്റെ ആ ഒരു തൈകളൊക്കെ പോയിട്ടുണ്ട്, കുറേയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതാണ് അവരിങ്ങനെ തടത്തിൽ നട്ടിട്ടുള്ളത്. ഇനി ഞാൻ ആ ഇല അടുത്തുനിന്ന് കാണിക്കാം. കണ്ടോ, ഇതാണ് കേട്ടോ ആ കൂർക്കലിൻ്റെ കൃഷി എന്ന് പറയുന്നത്. സത്യം പറയാലോ, ഇതൊക്കെ ഞാനും ഇവിടെ മേലാറ്റൂർ വന്നതിന് ശേഷമാണ് ഇത്ര അടുത്ത് കാണുന്നതൊക്കെ കേട്ടോ. കൂർക്കൽ ഇങ്ങനെ നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് അറിയുന്നത്. പിന്നെ അവിടെ തന്നെ ഒരുപാട് മറ്റ് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരെന്നെ കൊണ്ട് നടക്കുന്ന മഞ്ഞളുണ്ട്, അതുപോലെ തന്നെ മധുരക്കിഴങ്ങുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയാണ്. പല പക്ഷികളും അതുപോലെ മയിലൊക്കെ എപ്പോഴും ഇതിലുണ്ടാവും. പിന്നെ ഈ ഒരു കൃഷിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് പുഴയുണ്ട്. ഞാൻ പുഴയിൽ പോയിട്ട് വീഡിയോ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാ മറ്റൊരു വ്ളോഗിൽ നമുക്ക് അതും ചെയ്യാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ മൂത്താപ്പ കുറച്ച് പഴം കൊടുന്നു തന്നിരുന്നു, നേന്ത്രക്കായ കൊടുന്നു തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിപ്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഈവനിങ് അല്ലേ, അപ്പോൾ പിന്നെ അതിനുള്ള പരിപാടിയായിരുന്നു. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാ ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ഓരോരുത്തരുടെ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല, അതിലാവുമ്പോൾ നമുക്ക് കനം കുറച്ചിട്ട് അരിയാൻ പറ്റും. അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്ത് പിന്നെ നമ്മളത് പൊരിക്കാണ്. മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും ഈ ഒരു ചിപ്സിൽ നമ്മൾ കുഴച്ച് വെക്കണില്ല. അതിന് പകരം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ആ ഒരു ചിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കയാണ് കേട്ടോ അതൊക്കെ പൊരിച്ചെടുത്തതൊക്കെ ഇക്കയാണ്. നല്ല ക്രിസ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എങ്ങനെ കിട്ടുന്നില്ലത്. ഞാനിതിൻ്റെ മുൻപ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു. അത് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ട് കനം കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ക്രിസ്പായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് മൂത്തമ്മയാണ് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ മോനും മോളൊക്കെ ഉണ്ട്. ഇക്കാൻ്റെ ബ്രദറിൻ്റെ കുട്ടികളാണ്, ട്വിൻസാണ് കേട്ടോ ഇവർ. ഇപ്പോൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവരുണ്ട് നമ്മളെ കൂടെ അത് കഴിക്കാൻ. അപ്പോൾ അവരും ചൂടോടുകൂടി തന്നെ ചിപ്സ് കഴിക്കാണ്. പിന്നെ ഈവനിങ് ആയി, ചായയൊക്കെ വെച്ച് തന്നെ ചായൻ്റെ കൂടെ ചിപ്സൊക്കെ കഴിച്ചു. നമ്മളൊരു കേക്ക് ഉണ്ടാക്കിയതിൻ്റെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ താത്തയൊക്കെ വന്നപ്പോൾ താത്ത ഇങ്ങനെ ബ്രെഡിൽ വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞങ്ങാണ്ട് ഞങ്ങൾ പിന്നെ അതും ഉണ്ടാക്കി. പിന്നെ പൊന്നു, പിന്നെ അതുപോലെ തന്നെ മോനും മോളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ഇതൊക്കെ കഴിച്ചു. പിന്നെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കോളേജിലേക്ക് ഒരു ടാസ്ക് ചെയ്യാനുണ്ടായിരുന്നു. ഒരു വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് അയക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അപ്പോൾ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. ഇതെൻ്റെ ടാസ്കുമാണ്. പിന്നെ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് നമ്മൾ തന്നെ പകർത്തിയിട്ടുള്ള കാഴ്ചകളാണ്. നിങ്ങളിത് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. പിന്നെ ഈ ഒരു വോയിസ് ഞാൻ വീഡിയോ ഒന്ന് എടുത്തതാണ്. അതിൻ്റെ not through expression or formality, but through observation and genuine curiosity. Observing nature is always an awe-inspiring spiritual experience for me. I could sit and watch waves crash for hours. The ocean in particular reminds me how incredibly fascinating our planet is and how little we know, despite what we think we know. There's nothing more humbling than being face to face with something so much bigger than yourself. But I often wonder why nature inspires us, why we're in awe of certain scenery, and why we find these landscapes, oceans, and stars so breathtaking. We haven't done anything to earn this awe, so why do we feel it? It is this very question that leads me to believe our most inspired state, then, is not one of accomplishment, but of humility. I think we naturally fall in love with places that prove how small we are, places that humble us with reminders that we have so much more to learn, so much more to grow, that we are part of something bigger than ourselves. Our significance lies in such potential, in that quiet recognition of the stardust in our bones and the oceans in our minds, knowing that a new sunrise paints our skies every day of our lives. And by virtue of just being, by existing, nature gives us a free front row seat. It's like we've won the evolutionary lottery. That's why I find it perplexing that we live such misdirected, consumed lives. We could quite literally not exist at all. We could be nothing. We could be incapable of perceiving any of this.
All of us are always just one unexpected phone call, one diagnosis, one broken heart, one newfound love, and one moment away from being completely different people with completely different priorities. Indeed, how frail we are, and yet how blessed we are. You see, those seemingly insignificant moments spent with nature remind you of what's important. They remind you that all we really have is our consciousness and each other. After all, what is life without either? I would say then that it matters little what we've achieved if those achievements are not also in service of others. The sense of purpose we feel when we give far outweighs what is derived from any achievement. And unlike a trophy which fades into darkness, giving has a glory that lasts a lifetime. അങ്ങനെ ഇതൊക്കെ അന്ന് നമ്മൾ ആ ഒരു പരിസരത്ത് നിന്ന് പകർത്തിയിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. അവിടെയുള്ള ഓരോ കാഴ്ചകൾ പകർത്തി അതൊക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ അന്ന് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൂർക്കൽ നടാൻ പോകുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും അകത്തേക്ക് കയറി രാത്രിക്കുള്ള ഫുഡിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സാധാരണ ഞങ്ങൾ 2 പേരായതുകൊണ്ട് തന്നെ റൈസ് കുക്കറിലാണ് ഫുഡൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ ചോറ് അരി തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചു. അതുപോലെ പയറുപ്പേരി ഉണ്ടാക്കിയിരുന്നു. പിന്നെ രാത്രിക്ക് ആയതുകൊണ്ട് കറി മുരിങ്ങ താളിച്ചേക്കാണ്. തേങ്ങയൊക്കെ ഇട്ട് താളിച്ചെടുത്തതായിരുന്നു. അതായിരുന്നു രാത്രിക്കത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ രാത്രിയായി. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കാനുള്ള പ്ലാനിലാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസം കടന്നു പോകുന്നത്. ചിലപ്പോൾ ഒരു വീട്ടു ജോലി എടുത്തേക്കൂല, ചിലപ്പോൾ ഇതിൽ കൂടുതൽ ഉണ്ടാവും. നോർമലി ഇങ്ങനെയാണ്. പിന്നെ ഒരു അവധി ദിവസം അല്ല എങ്കിൽ കുറേ സമയം ഓൺലൈൻ ക്ലാസ്സിനായിട്ടും വർക്കിനായിട്ടും മാറ്റി വെക്കുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.